BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാർ സ്ഥിരം കുറ്റവാളിയെന്ന പോലീസ് റിപ്പോർട്ട്. അനീഷ് കുമാറിനെതിരെ 107 വകുപ്പ് ചുമത്തി തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. പോലീസ് നടപടിക്കെതിരെ BJP നേതൃത്വം രംഗത്തെത്തി. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, പോലീസിന്റെ ഈ കണ്ടെത്തൽ എന്തൊക്കെയാണ് പറയുന്നത്? സ്ഥിരം കുറ്റവാളി എന്ന നിലയിലാണ് BJP ജില്ലാ അധ്യക്ഷനായിട്ടുള്ള കെ അനീഷ് കുമാറിനെതിരെ ഇപ്പോൾ ഈ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. തൃശൂർ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിന് മുന്നിലാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തുകൊണ്ട് ഇവിടെ ഒരു വനിതാ മഹാസംഗമം സംഘടിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെ ഈ പ്രധാനമന്ത്രി മടങ്ങിയ ശേഷം ഈ വേദിയിലേക്ക് KSUവിന്റെ നേതൃത്വത്തിൽ ചാണകവെള്ളം തളിക്കുന്നതിന് ഒരു പ്രതിഷേധം നടന്നു. ആ പ്രതിഷേധത്തിനെത്തിയ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കെ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള BJP സംഘം മർദ്ദിക്കുകയും പിന്നീട് ഇവർക്കെതിരെ BJP പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ആ കേസിൽ രണ്ടാം പ്രതിയായിരുന്നു കെ അനീഷ് കുമാർ. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സ്ഥിരം കുറ്റവാളി എന്ന തരത്തിൽ പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. BJP സംബന്ധിച്ച് അവർ പറയുന്നത് തികച്ചും പ്രതികാര നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കള്ളക്കേസുമായി മുന്നോട്ട് പോയാൽ പോലീസ് ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ട ഒരു സാഹചര്യം വരും എന്നുള്ളതാണ് BJP പറയുന്നത്. കൃത്യമായും ഇതിനെ നിയമപരമായി തന്നെ നേരിടും എന്നും പറയുന്നു. നാളെ തൃശൂർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകാനും കെ അനീഷ് കുമാറിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത് ഒരു രാഷ്ട്രീയ പകപോക്കലാണ് ഇപ്പോൾ ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നൊരു ആരോപണമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ പോലീസ് ആകട്ടെ നേരത്തെയും അനീഷ് കുമാറിനെതിരെ വിവിധ കേസുകളുണ്ട്. അതോടൊപ്പം ഈ കേസ് കൂടി വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് കൂടി വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു നടപടി എന്നുള്ളതാണ് പോലീസ് വിശദീകരിക്കുന്നത്. പക്ഷേ ആ വിശദീകരണം ഉൾക്കൊള്ളാൻ BJP തയ്യാറാകുന്നില്ല. പകരം രാഷ്ട്രീയ പ്രേരിതമായ ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നും പറയുന്നു. പ്രവിത. സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.